ഇടുക്കി അരമനപ്പാറ എസ്റ്റേറ്റിലെ നവജാത ശിശുവിന്റെ മരണം കൊലപാതകം. കുട്ടിയെ പ്രസവിച്ച ഉടനെ ശ്വാസം മുട്ടിച്ച് കൊന്നുവെന്ന് അമ്മയുടെ മൊഴി. അമ്മയുടെ ക്രൂരകൃത്യം രണ്ടാം ഭർത്താവ് ഉപേക്ഷിക്കുമെന്ന ഭയത്താൽ ജാർഖണ്ഡ് സ്വദേശിനി പൂനം സോറൻ അറസ്റ്റിൽ. മ്യാൻമറിനെയും തായ്ലൻഡിനെയും പിടിച്ചുലച്ച് വൻ ഭൂചലനം. 167 മരണം, 350-ലേറെ പേർക്ക് പരുക്ക്. 2 തുടർ ഭൂചലനങ്ങളിൽ നിരവധി കെട്ടിടങ്ങൾ നിലം പൊട്ടി. സഹായ വാഗ്ദാനം അറിയിച്ച് ഇന്ത്യ. നേപ്പാളിൽ ആഭ്യന്തര കലാപം, 2 പേർ കൊല്ലപ്പെട്ടു, 40-ലേറെ പേർക്ക് പരിക്ക്. കാഠ്മണ്ഡുവിൽ കർഫ്യൂ, രാജഭരണം തിരികെ കൊണ്ടുവരണമെന്ന് കലാപകാരികൾ. CMRL മാസപ്പടി കേസിൽ വിജിലൻസ് അന്വേഷണമില്ല. ഹർജികൾ ഹൈക്കോടതി തള്ളി. ഹർജി രാഷ്ട്രീയ പ്രേരിതമെന്ന വിജിലൻസ് കോടതി പരാമർശം അനാവശ്യമെന്നും കോടതി. പോരാട്ടം തുടരുമെന്ന് മാത്യു കുഴൽനാടൻ. ഒരു ആരോപണം കൂടി തരിപ്പണമായെന്ന MV ഗോവിന്ദൻ. എറണാകുളം അയ്യമ്പുഴയിൽ മദ്യലഹരിയിൽ SIയുടെ മൂക്കിടിച്ച് തകർത്ത് നേപ്പാളി യുവതി. 4 പോലീസുകാർക്ക് പരിക്ക്. യുവതിയും സുഹൃത്തും റിമാൻഡിൽ. പൂജപ്പുരയിൽ മദ്യപിച്ച് ബഹളമുണ്ടാക്കിയ ഗുണ്ടയെ പിടികൂടുന്നതിനിടെ SIക്ക് കുത്തേറ്റു. കേരളം ഉപതെരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് ഉടൻ പ്രഖ്യാപിക്കും. ഒരുക്കങ്ങൾക്ക് നിർദ്ദേശം നൽകി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് കടന്ന മുന്നണികൾ. PK ശ്രീമതിയോടുള്ള ഖേദപ്രകടനത്തിൽ മലക്കം പറഞ്ഞ B ഗോപാലകൃഷ്ണൻ. ശ്രീമതി കരഞ്ഞതുകൊണ്ടാണ് മാപ്പ് പറഞ്ഞതെന്ന FB പോസ്റ്റ്. മാപ്പ് തന്റെ ഔദാര്യമെന്നും ഗോപാലകൃഷ്ണൻ. ഖേദപ്രകടനം ഒത്തുതീർപ്പിലെ നിബന്ധനയെന്ന് വ്യക്തമാക്കുന്ന രേഖകൾ പുറത്ത്. IPL-ൽ ബാംഗ്ലൂരിനെ പിടിച്ചുകെട്ടി ചെന്നൈ സൂപ്പർ കിങ്സ്. 176 റൺസ് എടുക്കുന്നതിനിടെ 6 വിക്കറ്റ് നഷ്ടം. കോഹ്ലി 31 റൺസിന് പുറത്ത്. വീണ്ടും അതിവേഗ സ്റ്റംപിംഗുമായി ധോണി.